ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ നീനുമോളുടെ വെഡ്ഡിങ് വീഡിയോസും ആയിട്ടാണ്. എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഉള്ള വീഡിയോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇൻഷാല്ലാ പതിയെ വരുന്നതായിരിക്കും. പിന്നെ നീനുവിൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ആയിരുന്നു. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. നീനു വെഡ്ഡിങ് ഡേക്ക് ചൂസ് ചെയ്തത് സാരിയാണ് കേട്ടോ. ആൾക്ക് നല്ല ഹൈറ്റൊക്കെ ഉള്ള കാരണം സാരി എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേ മേക്കപ്പും എല്ലാം കഴിഞ്ഞ് ഇതേ ഇറങ്ങുകയാണ്. ആദ്യം നമ്മൾ നീനുവിൻ്റെ വീട്ടിൽ പോയി, എന്നിട്ട് അവിടെ നിന്ന് ഹാളിലേക്ക് പോയി. ഹാളിൽ ഫോട്ടോഗ്രാഫേഴ്സിന് നീനുവിൻ്റെ ഒറ്റക്കുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നേരെ പോയി. ആദ്യമായിട്ടായിരിക്കും ഒരു ബ്രൈഡിന് ഹാളിൻ്റെ ഡോറൊക്കെ തുറക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നത്. അതേപോലെ ഞങ്ങളും അതെട്ടാ, ഞങ്ങളാണ് നീനുവിൻ്റെ കൂടെ ഹാളിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ഹാള്, കല്യാണ മണ്ഡപം ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ മണവാളൻ എത്തിയിട്ടുണ്ട്. അൻസാരി എന്നാണ് പേര്. പിന്നെ ഇവരുടെ നിക്കാഹിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ മണവാളനെ നമ്മളുടെ വെൽക്കമിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അവിടെ ഡാൻസേഴ്സ് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവരുടെ ഡാൻസും ആയിട്ട് അൻസാരിനെ സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. മണവാള സ്റ്റേജിലെത്തി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളുടെ മണവാട്ടിനെ കൊണ്ടുവരാൻ പോകുകയാണ്. അവരൊരു രാജകീയ സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ നമ്മളുടെ മണവാട്ടിനെ കൊണ്ടുവരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഈ ഡാൻസും പാട്ടൊക്കെ. ഈ ടൈമിൽ നീനുമോളെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും കാണാൻ. ഞങ്ങൾ കസിൻസിൻ്റെ ഏറ്റവും താഴെയുള്ള സിസ്റ്ററാണ് കേട്ടോ നമ്മളുടെ നീനു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഗൾഫിലൊക്കെ ഉള്ള എല്ലാ കസിൻസും നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കല്യാണം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു 4 ദിവസമായി ഓൾറെഡി നീനുവിൻ്റെ വെഡ്ഡിങ് പ്രോഗ്രാംസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു പഞ്ചാബി നൈറ്റ്, ഗുലാബി നൈറ്റ്, മൈലാഞ്ചി ഡേ, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സെലിബ്രേഷൻസൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഇതേ കല്യാണത്തിലെത്തി നിൽക്കുകയാണ്. ഈ ഷെഡ്യൂൾ കാരണം എനിക്ക് ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ അതെല്ലാം ഇതിൻ്റെ പുറകെ പതുക്കെ വരുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും കാണണം കേട്ടോ. നമ്മളുടെ വീട്ടിലല്ലാത്ത പുറത്തെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ സുഖമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെന്നിരുന്ന് ജസ്റ്റ് കല്യാണം കണ്ട് അതിൽ നമ്മൾ കൂടി അങ്ങനെ പോരുകയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ അറിയുന്നവരും നമ്മളുടെ റിലേറ്റീവ്സുമാണ്. അപ്പം നമ്മൾ എല്ലാവരോടും സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മക്കളോട് അഫ്രിൻഷാനോടൊക്കെ പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ആയിട്ട് അവരും അടിച്ചു പൊളിച്ച് നടക്കണം. അപ്പോൾ അവർക്കും വീഡിയോ എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് താലികെട്ടായാലും അതുപോലെയുള്ള മറ്റുള്ള ചടങ്ങുകളുണ്ടല്ലോ, നമ്മളുടെ പാല് കൊടുക്കൽ, മധുരം കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് റീൽസും അതുപോലെ തന്നെ ഒരുപാട് മേക്ക് സീനുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. ഒന്നും വർക്കൗട്ടായില്ല. ഒന്നാമത്തെ കാര്യം ഉറങ്ങാണ്ടും നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. എല്ലാം കൊളായി ഗൈസ്. പിന്നെ ഉള്ളതുകൊണ്ടാണോ പോലെ എന്നല്ല പറയാറ്. അപ്പോൾ അതുകൊണ്ട് ഉള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒരു കാച്ചാണ്.
അങ്ങനെ നമ്മളുടെ നീനുമോൾ ദാ അൻസാരിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. എല്ലാവരോടും യാത്ര ഒക്കെ പറയാണ് കേട്ടോ. ഏതൊരു പുതുപെണ്ണിൻ്റെ വീട്ടുകാർക്കും വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു നിമിഷമാണല്ലേ ഇത്. എത്രയൊക്കെ മക്കൾ പോയിട്ട് ഇപ്പം തിരിച്ചു വരും എന്ന് നമുക്കറിയാമെങ്കിലും, അല്ലെങ്കിൽ അടുത്തേക്കാണ് കല്യാണം കഴിക്കുന്നതെന്നാണെങ്കിലും പോലും ഈ ഒരു നിമിഷം നമ്മളുടെ ചങ്ക് പറിച്ചെടുത്ത് പോണ പോലത്തെ വേദനയാണ് നമുക്ക് എല്ലാവർക്കും. എന്തായാലും റബ്ബ് അവരുടെ ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ. നല്ല സമാധാനവും സന്തോഷമുള്ള നല്ലൊരു ജീവിതം, നല്ല എന്താ പറയുക, പരസ്പരം മനസ്സിലാക്കി രണ്ടാൾക്കും നല്ലൊരു ജീവിതം റബ്ബ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അവർ പോയി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിലി മെമ്പേഴ്സിന് അൻസാരിയുടെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി. ആ ടൈമിൽ എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി നല്ല മഴയും ഇടിവെട്ടും അങ്ങനെ. അപ്പോൾ ആ ലാസ്റ്റ് സമയമായപ്പോൾ നമ്മളെല്ലാവരും ആകെ എന്താ പറയുക, ഒന്ന് ടെൻഷൻ അടിച്ചു പോയി. പിന്നെ ഇത് അൻസാരിയുടെ വീട്ടിലെ ചടങ്ങുകളാണ്. നമ്മൾ പെൺകുട്ടീനെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർക്ക് കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യാണ്. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ അവിടെ കറണ്ട് പോയി. മഴ ഇപ്പോൾ കുറയും, കറണ്ട് വരും എന്നൊക്കെ വിചാരിച്ച് നമ്മളെല്ലാവരും കുറച്ച് നേരമൊക്കെ നിന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. മഴ നിൽക്കണ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നീനുവിനോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഓൺ അഫ്രിൻഷാസ് വേൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ ബൈ, സീ യു.